ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലായിട്ട് ഒന്നും ഉടക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിയായിട്ട് അതിന് ഭഗവത്ഗീത കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുള്ള കുറച്ച് സമ്മാനങ്ങളാണ് ഇത്. പ്രിലിമിനറിയിൽ ഫസ്റ്റ് പ്രൈസ്, പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ തേർഡ് പ്രൈസ്, സ്റ്റേറ്റ് ലെവലിൽ ഫോർത്ത് പ്രൈസ് കിട്ടിയതിനാണ് ഇത് രണ്ടെണ്ണം കേട്ടോ. അതായത് സാൻസ്ക്രിറ്റ് കോളേജിലത്തെ കുട്ടികളോടൊപ്പം കോമ്പറ്റീഷന് പോയിട്ടാണ് അന്തുവിന് സ്റ്റേറ്റ് ലെവലിൽ ഫോർത്തും ഡിസ്ട്രിക്ട് ലെവലിൽ തേർഡും നമ്മുടെ ആദ്യം പോയതിൽ ഫസ്റ്റും കിട്ടിയത്. അങ്ങനെ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുള്ള ആളാണ് അനന്തകൃഷ്ണൻ. പക്ഷെ ചില സമയത്തേക്ക് അവന് നല്ല തല്ലു കൊടുക്കാൻ തോന്നും, ചില സമയത്ത് ഭയങ്കര കുറുമ്പാണ്. ഇതന്തുവിൻ്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാണ്. 10ാം ക്ലാസ്സിൽ അവന് ഗ്രേഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ അറിയില്ല, ഒരു B+, മലയാളത്തിൽ B+, മലയാളത്തിൽ തന്നെ സെക്കൻഡ് മലയാളത്തിൽ A+, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി C+, ബയോളജിയിൽ Bയും മാത്തമാറ്റിക്സിൽ Cയും, ഇൻഫോർമേഷൻ IT C+ഉം ആണ്. അറിയാലോ 10ാം ക്ലാസ് അവൻ അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, അതിൻ്റെ റിസൾട്ടാണ് ഇതിൽ കാണുന്നത്. പക്ഷേ +1 ഹ്യൂമാനിറ്റീസ് എക്കണോമിക്സ് കൂടുതൽ ഉണ്ടായിരുന്നു. നീ ഞാൻ പറയട്ടെ, ഞാൻ മറ്റേ ഓർമ്മയാണ് ചേച്ചി പറഞ്ഞത്. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റാണ് ഇട്ടത്. അതിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ 100ൽ 70, മലയാളത്തിൽ 100ൽ 70, ഹിസ്റ്ററിയിൽ 100ൽ 74, എക്കണോമിക്സിൽ 100ൽ 85, പൊളിറ്റിക്കൽ സയൻസിൽ 100ൽ 71, ജിയോഗ്രഫിയിൽ 80ൽ 62. ഇതാണ് അവൻ്റെ എന്താ പറയുക ഫസ്റ്റ് ഇയറിൻ്റെ. സെക്കൻഡ് ഇയറിൻ്റെ അപ്പോൾ ടോട്ടൽ അവന് വരുന്നത് ഇംഗ്ലീഷിൽ 137 ഔട്ട് ഓഫ് 200, മലയാളത്തിൽ 137 ഔട്ട് ഓഫ് 200 തന്നെ, ഹിസ്റ്ററിയിൽ 132, എക്കണോമിക്സിൽ 150, പൊളിറ്റിക്കൽ സയൻസിൽ 143, ജിയോഗ്രഫിയിൽ 138, 837. 1200ൽ 837 മാർക്കാണ് അനന്തുവിന് കിട്ടിയത്. ഇതെല്ലാം അവൻ ഓൺലൈനിൽ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് കിട്ടിയ ഒരു ബ്രൈറ്റ്നസ് ഇത്തിരി കൂടുതലാണ് കിട്ടിയ മാർക്കുകളാണ് കേട്ടോ മോനെ. അപ്പോൾ അവൻ അത്രയും മിടുക്കനാണ് എൻ്റെ കുട്ടി. ചില സമയത്ത് കയ്യിലിരിപ്പ് മാത്രമാണ് ഇഷ്ടമില്ലാണ്ടാവുക, ചില സമയത്ത് തല്ലൂടേണ്ടി വരും. ഇതിപ്പോൾ ഞാനൊന്ന് ആദ്യം വീഡിയോ എടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്തതാണ്, ഒന്ന് തല്ലൂടി ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും പറയേണ്ട ഇടയിൽ കൂടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയും. അപ്പോഴേക്കും പക്ഷേ ക്ഷമയില്ല അവന്. അതാണ് ഉണ്ടായത്. ഇതിലെന്താ നീ പറഞ്ഞത്? ഇത് ചിന്മയ സ്വാമിജി എന്തായാലും നേരെ ചോദിച്ചത് നമ്മൾ തമ്മിൽ തല്ലൂടിയത്. ഞാനിങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് ആരാന്നിങ്ങനെ ചോദിച്ചു, ഈ സ്വാമിജി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോഴേക്കും എന്നെ തോണ്ടി ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര സമയം, എന്താ പറയുക, ഇപ്പോൾ ഓട്സ് ഉണ്ടാക്കേണ്ട സമയം അവന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഡിസ്റ്റർബൻസ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ചേച്ചിയൊക്കെ മേലേക്കാൻ പോകുന്ന സമയത്ത് നോക്കിയിട്ട് ഞാൻ ഈ എടുക്കുന്നതേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ സമയം കളയാണ്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാനൊന്ന് ദേഷ്യപ്പെട്ടു. അതാണ് ഞാൻ ചിരിച്ചത്. ദേഷ്യപ്പെട്ട് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പം ചിരി വരും എനിക്ക്. കാരണം നമ്മുടെ പുത്രനല്ലേ, ചീത്ത പറയാൻ പറ്റില്ലല്ലോ. ദേഷ്യം വരാൻ നമ്മൾ മനുഷ്യരാകുമ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, അത് വേറെ വിഷയം. അപ്പോൾ ഇതൊക്കെയാണ് അന്തുവിൻ്റെ സർട്ടിഫിക്കറ്റ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഡിഗ്രിയിലത്തെ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ഞാൻ ഒറ്റ സെമ്മിലും പ്രിൻ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ ഇപ്പോൾ ഒരു വിഷയം കൂടി എഴുതാണ്ട് എഴുതിയിട്ട് അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത് തന്നെ റിസൾട്ട് വരും. അപ്പോൾ ഞാനതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഡിഗ്രിയിൽ നല്ല മാർക്കാട്ടോ എല്ലാ വർഷവും. ഒരു സെമ്മിന് മാത്രം ഇത്തിരി കുറവുള്ളൂ, ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട്. ചക്കരക്കുട്ടി പിണങ്ങിയിരിക്കുക ചീത്തായിട്ടാണ്. ചക്കരമുത്തി പിണങ്ങല്ലടി, ചാരില്ല പോറ്റേ, നമ്മുടെ കുട്ടിയല്ലേ, അമ്മേനെ ചൂട് പിടിപ്പിക്കരുത് നമ്മൾ പറഞ്ഞിട്ടില്ല. അമ്മ ഈ സമയത്തല്ലേ വീഡിയോ എടുക്കുന്നത്. അമ്മയ്ക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഇടയിൽ കൂടി അമ്മ ഓടി വരണേ. അപ്പോൾ അമ്മേനെ ഡിസ്റ്റർബൻസ് ചെയ്ത കാരണമല്ലേ വീഡിയോ എടുക്കുമ്പോൾ. വിഷമിച്ചുണ്ടാട്ടെ, നമ്മുടെ കുട്ടിയല്ലേ, ഒരു കുട്ടിയല്ലേ. ഞാൻ ഒന്ന് ചൂടായി, അതിൻ്റെ വിഷമ കുട്ടിക്ക്. ശരിക്കും ഇങ്ങനെ ഹാപ്പി ഇങ്ങനെ എങ്ങനെയാ വിഷമം എങ്ങനെയാ കാണിക്കുക? അതിഷ്ടമല്ല. യെസ്, ഈ ചിരി എന്നീ മുഖത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ജീവിതത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറുന്നത് ഈ ചിരി എന്നും മുഖത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പറയുകയാണെങ്കിൽ കുറേ വിഷമങ്ങൾ പറയാനുണ്ട്, പക്ഷേ എനിക്ക് വിഷമങ്ങൾ പറയാൻ ഇഷ്ടമില്ല. പോസിറ്റീവാണ് എനിക്ക് താല്പര്യം. അപ്പോൾ വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞിരുന്നാൽ എന്താ കാര്യം? എന്തെങ്കിലും കിട്ടുമോ നമുക്ക്? ഇല്ലല്ലോ.
അപ്പോൾ സന്തോഷം. ഈശ്വരനോട്, ഗുരുവായൂരപ്പനോട്, സാക്ഷാൽ ഗുരുവായൂരപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ദിവസം രാവിലെ ആരംഭിക്കുന്നു. കിടക്കുമ്പോഴും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കിടക്കണം. ഈ ജീവിതം ഭഗവാൻ തന്ന വെറും ഒരു ദാനമാണ്. ഇപ്പം ഞാൻ ജീവിച്ച് തീർക്കുന്നത്, അതായത് ജീവിച്ച് തീർക്കല്ല, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. എല്ലാത്തിനും ഈശ്വരനോട് നന്ദി. എല്ലാത്തിനും, വിഷമങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാം. വിഷമം തരുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും, അതിൻ്റെ പിന്നാലെ നമുക്കൊരു സന്തോഷം തരും. ആ വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ എല്ലാ വിഷമങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാം ഗുരുവായൂരപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം.